ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിത് ഉറക്കത്തിൽ നിന്ന് എണീച്ചു. ഞാനിത് ഇവിടെ തന്നെയാണ് ഉള്ളത്. എന്താ പറയുക, മരുവാത്ത എന്ന് പറഞ്ഞ ബീച്ചിൽ തന്നെ. അപ്പോൾ ഈ ഒരു അമ്മമ്മ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ റൂമിൽ നിന്ന് ഒന്ന് വിളിച്ചു. അപ്പോൾ ഫുഡ് എന്തോ ഇവിടെ ഉണ്ടാക്കിയതാണോ പുറത്തുനിന്ന് മേടിച്ചാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് പോയോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കനാണ്, സ്പാനിഷിൽ. അപ്പോൾ ഇത് ചിക്കനാണ് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ ചിക്കൻ കഴിച്ചിട്ടേ ഇല്ല. ഇപ്പോഴാണ് കഴിക്കാൻ പോകുന്നത്. ഇവിടെ നോക്ക്, പൂച്ചകളാണ്. ഇവിടെ ഫുൾ പൂച്ചകളാണ്. കുഞ്ഞു പൂച്ച, വലിയ പൂച്ച, പല തരത്തിൽ, പല സൈസിൽ, പല കളറിലാണ് പൂച്ചകളുള്ളത്. അപ്പോൾ പോയോയും തോർത്തയും കൂടെയാണ് ഇപ്പോൾ ഇവിടെ കഴിക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ നോക്ക്, ചെയറിലക്കാരെ ഇരിക്കുന്നതെന്ന്. ചെയറിൽ ഉൾപ്പെടെ ഫുള്ള് പൂച്ചയാണ് കേട്ടോ. ¿Cómo estás? Bien. Gracias. Gracias a usted. ഓക്കെ, ബൈ. ഗ്രാസിയസ്. Foto. ഫോട്ടോ. ഓക്കെ. ഞാൻ എന്താ ഇവിടുന്ന് എല്ലാം പാക്ക് ചെയ്ത് ഇവിടുന്ന് ഇറങ്ങാണ്. അവരെടുത്ത് ബായ് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ ആള്. ഉച്ചയായിട്ടോ ഞാൻ ഇറങ്ങിയ സമയത്ത് ഭയങ്കര വെയിലാണ്. ഓ, ഈ ഒരു ഉച്ച സമയത്ത് ഇറങ്ങുന്നത് ഭയങ്കര ടാസ്കാ. ഇന്നലെയും ഉറക്കം സെറ്റായിട്ടില്ല. ഇവിടെ ഫുള്ള് ഭയങ്കര കൊതുവും ചൂടും ഒക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഈ കടലിനോട് ചേർന്ന് നടക്കുന്നതുകൊണ്ട് ഭയങ്കര ഉപ്പ് കാറ്റുള്ളതുകൊണ്ട് ഭയങ്കര ബോഡി സ്റ്റിക്കി ആയിട്ട് അങ്ങനെ ഉറങ്ങാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് ഞാൻ ബീച്ചിനി നിർത്തി. ഇനി ഞാൻ കുറച്ച് മൗണ്ടെയിൻ പിടിക്കാമെന്ന് വെച്ചു. അപ്പോൾ മൗണ്ടെയിൻ ആയിട്ടുള്ള ഏരിയയിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. ലിഫ്റ്റ് അടിച്ചിട്ട് വേണം പോകാൻ. കുറച്ച് നേരം ഇനി ബീച്ചിൽ കൂടെ ആ സെയിം വന്ന വഴി തന്നെ കുറച്ച് ദൂരം പകുതി പോയിട്ട് വേണം പിന്നെ അവിടുന്ന് മൗണ്ടെയിനിലേക്ക് കയറാൻ. മെയിൻ റോഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എനിക്കിത് ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതെ, ഇവിടെ കോണൊക്കെ കിടക്കുന്നുണ്ട്. നോക്ക്, അവർ ഇവിടെ ഫുൾ മെയിനായിട്ട് കൃഷിയുള്ളത് കോൺ തന്നെയാണ്. എല്ലാവിടെയും കോണ് കാണാം. ഈ റൂട്ടിലൂടെ വണ്ടികളൊക്കെ കുറവാണ് കേട്ടോ. ഞാനിപ്പോൾ 5 മിനിറ്റായി ഇവിടെ അങ്ങനെ നിൽക്കുന്നു. വണ്ടിയൊന്നും അധികം പോകുന്നില്ല. ഭയങ്കര ചൂടാ, ഉരുകിപ്പോകുന്ന അത്രയും ചൂടാ. ഇത് നോക്ക്, പിള്ളേർ എന്താ പറയുക, സ്റ്റോപ്പ് ചെയ്തിട്ട് പൈസ മേടിക്കുവാണ്. എന്തോ കല്യാണം എന്തോന്ന് പറഞ്ഞിട്ടാണ് പിരിവ് മേടിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. എല്ലാവരും അത്യാവശ്യം കൊടുക്കുന്നുണ്ട്. കാരണം എന്തൊക്കെ ഇവർ കെട്ടി വെച്ചേക്കാം. ആ പെങ്കൊച്ചിൻ്റെ കയ്യിലുണ്ടോ നൂല്, അതായത് കയറ് കെട്ടിയേക്കാം. കയറങ്ങ് വലിച്ചു കഴിഞ്ഞാൽ ഇതാവും. എന്നെ നോക്കി ചിരിക്കുന്നു. അപ്പം ഇവരെന്തായാലും ആൾക്കാരെ പിടിച്ചു നിർത്തും. അപ്പം ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം, വണ്ടി കിട്ടാൻ. അപ്പം ഈസി ആയിരിക്കും. ഇന്ത്യ യാ. Gracias. ¿A dónde vas? കൊളിമ. ഓക്കെ. ആള് കൊളിമയ്ക്കാണ് പോകുന്നത്. അപ്പൊ ഞാന് നേരെ പോയിട്ട് ലാ പ്ലാസിത്തേന്ന് എനിക്ക് റൈറ്റ് എടുത്തിട്ട് പോകണം. കൊളിമയിലേക്ക് കുറെ സ്ട്രെയിറ്റ് ആണ് പോകാനുള്ളത്. കാരണം ഞാൻ വന്ന വഴി തന്നെയാണ് തിരിച്ചു പോകുന്നത്. എപ്പോ ഒരു സമാധാനായത്. നല്ല തണുപ്പുണ്ട്. എന്തൊരു വെയിലാന്നറിയോ പുറത്ത്. ഉരുകിപ്പോവും, അത്രയ്ക്ക് ചൂടാണ്. 38 ഡിഗ്രി ഒക്കെയാണ്. ഇവിടെ എല്ലാ സ്ഥലത്തും പിള്ളേർ പിരിവ് മേടിക്കുന്നുണ്ട് കേട്ടോ. നോക്കി, അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പെണ്ണിന്റെ ആണിന്റെ ഫോട്ടോ വെച്ചിട്ടാണ് അവർ പിരിവ് മേടിക്കുന്നത്. അപ്പോൾ അതെന്താ സംഭവം ഉണ്ടാവും. അവരിങ്ങനെ നൂല് കെട്ടിയേക്കുക, കൊടുത്തില്ലെങ്കിൽ അത് വലിച്ചുകൊണ്ടിരിക്കും. എല്ലാവരുടെയും പൈസ കൊടുക്കുന്നുണ്ട്. മറുവാത്തയിൽ കൊടുത്തു എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. കാരണം ഇവിടെ ആള് കൊടുത്തില്ല, തൊട്ടപ്പുറം ആള് കൊടുത്തിട്ടുണ്ടായി. ഇതെന്താന്ന് ചോദിക്കാൻ ഇവിടെ ഇതില്ല, നെറ്റ്വർക്ക് ഇല്ല ഗൂഗിൾ ട്രാൻസ്ലേറ്റ് യൂസ് ചെയ്യാൻ. ഇവിടെ ഒന്നും ഫ്യൂൽ സ്റ്റേഷൻ ഇല്ല കേട്ടോ. അവിടെ ഡീസൽ ഗ്യാസോലീനാന്ന് എഴുതി വെച്ചേക്കാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ടോ ഇത്രയും വലിയ പാത്രത്തിൽ 2 എണ്ണം. പിന്നെ ദേ ഇത് ഫുള്ള് ഇവിടെ എന്താ പറയുക, മൊത്തം ഡീസലാണ്. കാരണം പെട്രോൾ പമ്പ് ഒന്നും പോണ വഴിക്കില്ല. അപ്പം അതുകൊണ്ട് ഇവർ ഓൾറെഡി ബ്ലാക്കിന് മേടിച്ചു വെച്ചേക്കാം. ഓക്കെ, ഗ്രാസിയസ്, ബൈ. ആള് കൊളിമയ്ക്കാണ് പോകുന്നത്. കൊളിമയ്ക്ക് ഈ റോഡ് നേരെ പോകണം. ഞാൻ ഈ ഒരു ചെറിയ റോഡ് കയറിയിട്ട് കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒരു വലിയ റോഡിലെത്തും. അഖില എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ വില്ലേജൊക്കെ കഴിഞ്ഞ് വേണം പോവാൻ. ഇന്ന് മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നോക്കിയാൽ അങ്ങോട്ടൊക്കെ നല്ല മഴക്കാറ് കാണുന്നുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിലേക്കാണ് കൂടുതൽ കാണുന്നത്. ഈ സൈഡിലേക്കും ഉണ്ട് കണ്ടോ, മേഘങ്ങളൊക്കെ കുറച്ച് ബ്ലാക്ക് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഏതെങ്കിലും വണ്ടി ലിഫ്റ്റ് കിട്ടുമായിരിക്കും. ഭയങ്കര വിജനമായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. നോക്കിയേ, ആ വണ്ടി കൂടെ പോയി കഴിഞ്ഞാൽ മൊത്തം ഇങ്ങനെ വറ്റി വരണ്ട് കിടക്കുന്ന ഒരു ഡ്രൈ ലാൻഡാ. ഈ ഒരു വണ്ടിയിൽ എനിക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഈ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടൂല.
എത്തിട്ടോ. എനിക്കിനി ഈ ഒരു വഴിയിലൂടെയാണ് പോകാനുള്ളത്. കംപ്ലീറ്റ് ഒരു ഗ്രാമപ്രദേശമാണ്. കുറേ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാം. ഇവിടെ ഒരു വർക്ക്ഷോപ്പ് പോലത്തെ ഒരു ഷോപ്പ് കാണാൻ പറ്റുന്നുണ്ട്. മാവ് പൂത്ത് നിൽക്കുന്ന നോക്കിയേ. നമുക്ക് 2 ടൈപ്പ് മാങ്ങേൻ്റെ മരമുണ്ട്. രണ്ടും നിറയെ പൂത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1 മന്തിനുള്ളിൽ മാംഗോൻ്റെ സീസൺ ആവും. ഇതേ ഒരു വണ്ടിയൊക്കെ വരുന്നുണ്ട്. ലിഫ്റ്റ് കിട്ടുമോ എന്നറിയില്ല. ലിഫ്റ്റ് അടിച്ച് നോക്കാം. ഓക്കെ ഓക്കെ ആ വന്നോളാൻ പറഞ്ഞു. കേറിക്കോളാൻ പറഞ്ഞു. എവിടേക്കാണോ അതോ ചോദിക്കാൻ വേണ്ടിയിട്ടാണോ? അതെന്താ വാസ്? ഓക്കെ ക്യാൻ യു ഗിവ് എ ലിഫ്റ്റ് ടിൽ അക്കീല? ആ ഓക്കെ ഓക്കെ താങ്ക് യു. ആ യാ അക്കീല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജ് ഉണ്ട് അവിടെ വരെ. ഇനി അങ്ങോട്ട് ഫുള്ള് കാടും മൗണ്ടെയിൻസ് ഒക്കെയാണ് കേട്ടോ. ഒരു തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് തണുക്കാനുള്ള ചാൻസ് ഉണ്ട്. പോകുന്ന വഴിക്കെല്ലാം മൗണ്ടെയിൻസ് ആണ്. ആ ദൂരെ കാണുന്ന ഫുൾ മൗണ്ടെയിൻസ് ആണ് കേട്ടോ. അക്കില എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് പോകാനുള്ളത് ഉറുവാപ്പാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ചുകൂടെ വലിയൊരു ടൗണുള്ള ആ ഏരിയയിലേക്കാണ്. അവിടേക്ക് ഇവിടുന്ന് ഒരു 5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഇന്നെത്താൻ ചാൻസ് ഇല്ല. ഇന്ന് ഓൺ ദ വേ ഏതെങ്കിലും ഇതുപോലത്തെ ചെറിയ വില്ലേജിൽ സ്റ്റേ ചെയ്യുമായിരിക്കും. അപ്പോൾ ഇതുവഴി തന്നെയാണ് എനിക്ക് പോകാനുള്ളത്. അപ്പോൾ അതുവഴി ഞാൻ നേരെ നടക്കുന്നത്. അങ്ങോട്ടെല്ലാം ഫുള്ള് മൗണ്ടെയിൻസ് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നോക്കിയേ കയറ്റമാണ്. അപ്പോൾ ഞാനിങ്ങനെ ആ കയറ്റത്തിലൂടെ ഈ റോഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കുറച്ചു നേരമായി ഞാൻ ഇതുവഴി ഇങ്ങനെ നടക്കുന്നു. അധികം വണ്ടിയൊന്നും പോകുന്നു കാണുന്നില്ല കേട്ടോ. നമുക്ക് ഫുള്ള് കാടാണ്. അങ്ങോട്ട് കയറ്റാണ്. ഭയങ്കര ചൂട്. നടക്കാൻ പറ്റുന്നില്ല. എനിക്ക് വേറൊരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആള് ഇവിടെ തൊട്ടപ്പുറം വരെ ഉള്ളൂ. കയറ്റത്തിലായതുകൊണ്ട് ലിഫ്റ്റ് കിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ആള് പറഞ്ഞത്. അപ്പോൾ തൊട്ടപ്പുറം വരെ ആക്കാൻ എന്തായാലും കയറിക്കോന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് ഇതിൽ കയറിയിട്ടുള്ളത് കേട്ടോ. ഗ്രാസിയാസ്. അടുത്ത ഓക്കെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു. ഓ ഓക്കെ ഓക്കെ. തോക്കുണ്ട്. തോക്കുള്ളോണ്ട് അത് വീഡിയോ എടുക്കരുത് എന്നാണ് പറയണത് കേട്ടോ. അവരിൽ വലിയ ഗണ്ണൊക്കെ ഉണ്ട്. പോലീസ്. ഓ പോലീസ്. ഓക്കെ 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 പോലീസാണ് കേട്ടോ. അപ്പൊ കൊൾക്കാമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം വരെയാണ് അവര് പോകുന്നത്. അവിടെ വരെയാൻ തോന്നുന്നേ. ഇത് നോക്കിയേ വഴിന്ന് കണ്ടതാട്ടോ. അയ്യോ പാവ കുഞ്ഞ് നമ്മളെ കൊണ്ട് പോടി വന്നത്. എവിടുത്തെ എന്തോ വഴി കൂടെ നടക്കുന്നതാണോ എന്തോ. ക്യൂട്ട്. നോക്ക് ചെറുതാട്ടോ. ഡാഷ് പോലെ ഇരിക്കണം. നോക്കി കുഞ്ഞാ. അച്ചോ നോക്ക്. ആ ഡോഗിനെ കൊണ്ട് പോവാണ് കേട്ടോ. ഇത് വഴിന്ന് കിട്ടിയതാണ്. ആള് പറയുന്നത് കളയുന്നില്ല, അത് ചത്തുവോ റോട്ടിൽ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവാണ് കേട്ടോ. നല്ല ആളാണ്. പാവ ആ ഡോഗിനെ കൊണ്ടുവന്ന്. ഓക്കെ ആ ഡോഗിനെ എടുത്ത് മടിയിലൊക്കെ വെച്ച് തലോലിക്കുവാണ്. ഇത് നോക്കി എന്തൊരു ക്യൂട്ടാ. അതിനെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്ന പോലെ. അതാണ് ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നത് കേട്ടോ. കൊൾക്കോമാൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞു എന്താ പറയുക വേറെ 2 പോലീസ് ഓഫീസറേയും കൂടെ കൂട്ടിയിട്ട് വേറെ എന്താ പറയുക ഒരു ഉറുവാപ്പ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഒരു ഡ്രോപ്പ് ചെയ്യുക. ഇവർ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. ആ ഏരിയ കഴിഞ്ഞാണ് പോകുന്നത്. മൊറേലിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് മൊറേലിയ എത്തുള്ളൂ. അപ്പോൾ ഇവിടെ സേഫ് അല്ല, കാട്ടൽസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എവിടെയും ടെൻ്റ് അടിക്കുന്നൊന്നും സേഫ് അല്ല പറഞ്ഞിട്ടാണ്. ഇവിടെ നോക്കിയേ മുട്ടയിൽ എന്തോ ഒരു മസാല ഇട്ടിട്ടുണ്ട്. അത് അവരങ്ങനെ കഴിക്കാൻ കേട്ടോ. പച്ചക്കാണ് കഴിക്കുന്നത്. എനിക്ക് തന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ബിയർ ഒഴിച്ച് അങ്ങനെ കഴിക്കുന്നത്. ഡോഗ് ഇരിക്കുന്ന നോക്കിയേ ആ കാറിൽ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. പാവം എത്ര ചെറുതാ അത്. ഭയങ്കര ക്യൂട്ടാണ്. നോക്ക് കണ്ടോ പുറത്തേക്ക് നോക്കിയിരിക്കുക. ഞാനിവിടെ ഒരു ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ കഴിക്കാനൊന്നുമില്ല, ബിയർ മാത്രമേ ഉള്ളൂ. എവിടെ നോക്കിയാലും ബിയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെ ഇതൊരു 45 പെസോ ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഞാനൊരു ഐസ്ക്രീം വാങ്ങി കഴിക്കുന്നു. മാഗ്നം ആൽമണ്ട്സ്. ഇവിടെ നോക്കിയാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ചീസ് ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട് കേട്ടോ. നോക്കി ഈ ഏരിയ ചീസിന് ഫേമസ് ആണെന്ന് പറഞ്ഞിട്ട് ഇവർ ഇവിടെ വണ്ടി നിർത്തിയതാണ് കേട്ടോ. അതെ വണ്ടി ഇവിടെ ഉണ്ട്. ഞാനിതപ്പോൾ ഇത് കഴിച്ചു നോക്കാം കേട്ടോ. ഈ ഏരിയയിൽ ഒടുക്കത്തെ ചൂടാണ്. ഇപ്പോൾ രാത്രി സമയം 9 മണി ആവാനായിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ചൂട് 35 ഡിഗ്രി, ഫീൽസ് ലൈക്ക് 38. ഈ ഏരിയ ഭയങ്കര ചൂടാണെന്ന്. പകല് ഉച്ചയ്ക്കൊക്കെ എന്തായിരിക്കും, അപ്പോൾ രാത്രി തന്നെ അങ്ങനെയാണ്. ഭയങ്കര ചൂടാ. എന്താ
തോർത്തിയാണോ തോത്തിയാസാണോ? ഇത് മധുരമുള്ളൊരു സാധനം കേട്ടോ കഴിക്കാൻ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ് കേട്ടോ. സമയം 10:30 ആയിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. എനിക്കറിയില്ല ഞാൻ ഇന്ന് രാത്രി എവിടെ സ്റ്റേ ചെയ്യാം, എങ്ങോട്ടാണ് പോകണ്ടേ എന്നൊക്കെ. ഞാനപ്പോൾ ബീഫിൻ്റെ ടാക്കോസ് ആണ് പറഞ്ഞിട്ടില്ല, അവർ വേറെ എന്തോ ഫുഡ് പറഞ്ഞിട്ടുണ്ട്. ഈ ഏരിയയിൽ ചീസ് മെയിനാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ അവർ ചീസിൻ്റെ സംഭവം ഇതാക്കിയിട്ട് ഞാനപ്പോൾ ട്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. എന്തോ ഒരു ചീസ് നമ്മുടെ പിസ്സയൊക്കെ പോലെ ഇരിക്കും, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അവർ ഈ പോലീസുകാർ എനിക്ക് ഇവിടെ റൂം എടുത്തു തരാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ള ഈ ഒരു സ്ഥലത്തിൻ്റെ എക്സാക്റ്റ് പേര് എനിക്കറിയില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ സേഫ് അല്ല, കാർട്ടൽസിൻ്റെ ഒക്കെ ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ഇനി ഇവർ പോകുന്ന സ്ഥലത്തേക്ക് എത്താൻ രാവിലെ 3 മണിയൊക്കെ ആവും. അപ്പം എനിക്ക് പറഞ്ഞു ഇവിടെ താമസിച്ചാൽ റൂം എടുത്ത് നിൽക്കാം, ഈ സമയത്ത് ഇനി ടെൻ്റ് അടിക്കാം, അങ്ങനെയൊന്നും പറ്റില്ല, സേഫ് അല്ല പറഞ്ഞിട്ടാണ് ഇതാ ഈ ഒരു റൂം എടുത്ത് തന്നിട്ടുള്ളത്. ഈ റൂമാണ് കേട്ടോ എനിക്ക് അവർ എടുത്തു തന്നിട്ടുള്ളത്. ഭയങ്കര വലിയ റൂമാണ്. നോക്കിയേ, ബെഡ് തന്നെ ഉണ്ടോ എത്ര വലുതാന്ന്. ഒരു 4 പേർക്ക് വലുത് കിടക്കാൻ പറ്റുന്ന അത്രയും വലിയ ബെഡാണ് അവർ. എന്താ പറയുക, എനിക്ക് തോന്നുന്നു സിംഗിൾ റൂം അങ്ങനെ. ഇവിടുത്തെ ഞാൻ ഇവിടെ റൂം എടുത്ത് നിൽക്കാത്തതുകൊണ്ട് എനിക്കറിയില്ല അങ്ങനെ സിംഗിൾ റൂം അങ്ങനത്തെ ടൈപ്പ് ഉണ്ടോ എന്നുള്ളത്. അവർ തന്നെ ഇവിടെ ആക്കിയിട്ട് പോവാണ് കേട്ടോ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു സോ മച്ച്, ഗ്രാസിയസ്. ബൈ ബൈ. എൻ്റെ അടുത്ത് നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ട്, സേഫ് ആണെന്നെല്ലാം പറഞ്ഞു. ആക്ച്വലി ഇവർ ഡ്യൂട്ടിയിലല്ലെങ്കിലും അവർ കള്ളു കുടിച്ചൊക്കെയാണ് വണ്ടി ഓടിക്കുക. നമ്മളെ നാട്ടിലങ്ങനെ പോലീസിനെ പിടിക്കുന്ന പറഞ്ഞ പോലെ ഇവിടെ അങ്ങനെ പോലീസിനെ പിടിക്കുമ്പോൾ നമ്മൾ ഇത് കാണിക്കും. ഓ ബൈ ബൈ, അച്ഛോ ബൈ ബൈ. എനിക്കിതിനെ മിസ് ചെയ്യും കേട്ടോ. അത് കുറേ നേരമായിട്ട് എൻ്റെ കൂടെ തന്നെ പേടിച്ചിട്ടുള്ളത് റോട്ടിൽ നിന്ന് കിട്ടിയിട്ട്. ബൈ. അയ്യോ, ആള് നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. വഴിന്ന് കണ്ട അതിനെ രക്ഷിച്ചു, വഴിന്ന് കെട്ടി എന്നെ രക്ഷിച്ചു. എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല, ഭയങ്കര സന്തോഷം. നല്ലൊരാളാണ് കേട്ടോ. അപ്പോൾ അവർ അതിലൊരാളെല്ലാം കള്ളു കുടിച്ചിട്ടല്ല, അവർ ഉറങ്ങിപ്പോയിട്ടുണ്ട്. കുറേ നേരമായിട്ട് അപ്പം തൊട്ട് കള്ളു കുടിക്കുകയാണ്. എൻ്റെ അടുത്ത് സേഫാണ്, പേടിക്കണ്ടെന്ന് പറയാം. ഇവിടെ ലൈക്ക് ബിയർ കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ നോർമലാണ്. അങ്ങനെ ഒരുപാട് എന്താ പറയുക, നമ്മളെ നാട്ടിലെ പോലെ ആ ഒരു രീതിയിലല്ല ഇവിടെ. ഞാനിതാ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തിട്ട് ഞാനിവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഫുഡ് കഴിക്കണം, നല്ല വിശക്കുന്നുണ്ട്. മോർണിംഗ് തന്നെ എന്തെങ്കിലും കഴിക്കണം, എന്നിട്ട് വേണം. ഇവിടുന്ന് ഉറുവാപ്പാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാനിതാ ഇവിടുന്ന് ഇറങ്ങട്ടെ. നല്ല ചൂടാണ് കേട്ടോ, സമയം ഉച്ചയായിട്ടുണ്ട്. ശരിക്കും ഇവിടെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ ഈ സമ്മറിൽ ഞാനങ്ങനെ സെലക്ട് ചെയ്തു പോയി അറിയാണ്ട് ഈ ഒരു സ്ഥലം. ഇവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് നാട്ടിലേക്ക് പോകണമെങ്കിൽ തന്നെ 1.5 ലക്ഷം രൂപയാവും, അത്രയും പൈസയാവും കേട്ടോ. ഓക്കെ ബൈ. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല, ഇനി ഇവിടെ ഉള്ള അടുത്ത രാജ്യങ്ങളിലൊക്കെ സമ്മറാണ്. സമ്മറായതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്രാവൽ ചെയ്യാനായിട്ട്. വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് ക്ലൈമറ്റ് മാറ്റാൻ പറ്റൂലല്ലോ, വെതറൊന്നും മാറ്റാൻ പറ്റൂലല്ലോ. ഞാനിത് അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നേക്കാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ടാക്കോസ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പക്ഷെ നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ. സാധാരണ ടാക്കോസിന് അത്ര റേറ്റ് ഇല്ല, പക്ഷെ ഇവിടെ നല്ല റേറ്റ് ഉണ്ട്. 100 സംതിങ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാനിവിടെ ഫുഡ് കഴിക്കാൻ ഇരുന്നു, വേറെ ഷോപ്പൊന്നുമില്ല. ഇനി വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞ് നടക്കാനും പറ്റൂല. ഇവിടെ ഫുഡ് വന്നിട്ടുണ്ട്, പക്ഷെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് റോളൊക്കെ ചെയ്ത് എണ്ണയിലൊക്കെ ഫ്രൈ ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തല്ല വേണ്ടിയിരുന്നത്. ഭാഷ അറിയാത്തതുകൊണ്ട് ഫുഡൊക്കെ ഇങ്ങനെ മാറിക്കിട്ടും. ഷോ ഇത് കഴിച്ചിട്ട് തന്നെ ഇറങ്ങുന്നില്ല കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്തോ വേറെ ടേസ്റ്റ്. സാധാരണ ഇവിടുത്തെ എല്ലാ ഫുഡും ഭയങ്കര ടേസ്റ്റിയാണ്. അത് ഞാൻ 100 പൈസ എല്ലാം കൊടുത്തിട്ട് മേടിച്ചതാണ്, പക്ഷെ ഭയങ്കര ഓയിലും കഴിക്കാനും പറ്റാത്തൊരു ടേസ്റ്റ്. കാണാൻ മാത്രം നല്ല രസമുണ്ട്. ഷോ എന്താ ചെയ്യുക, എനിക്കാണെങ്കിൽ വിശക്കുന്നുമുണ്ട്. ഞാൻ ഇവിടെ നിന്ന് കഴിക്കുകയും ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങി കുറേ നേരമായി ഞാൻ നടക്കുന്നു കേട്ടോ. എനിക്ക് ലിഫ്റ്റൊന്നും കിട്ടിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ 38 ഡിഗ്രിയാണ് ചൂട്. എനിക്കൊരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അവര് കുറച്ച് ദൂരമേ ഉള്ളൂ, 1 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. പൊള്ളി പോകുന്നു. ഈ കറുപ്പും കൂടെ ഇട്ടിട്ട് ശരിക്കും വെയിലടിക്കുന്ന സമയത്ത് പൊള്ളി പോവാണ്. എനിക്കറിയില്ല അവിടെ എങ്ങനെ ട്രാവൽ ചെയ്യാന്ന്. ഇത്രയും ചൂടാണെങ്കിൽ പെട്ടെന്ന് അടുത്ത രാജ്യത്തേക്ക് പോകേണ്ടി വരും. ഇത്രയും പൊള്ളി പോയിട്ട് സീനാ. കാരണം എൻ്റെ ബോഡി മൊത്തം ഇപ്പം റാഷസ് വന്ന്, എൻ്റെ കയ്യിലും കാലിലൊക്കെ. കൈയൊക്കെ ഇപ്പം ആക്ച്വലി ഇവിടെയൊക്കെ ഇങ്ങനെ കൊതുകടിച്ചിട്ടും ചൂടായിട്ടും റാഷസ് വന്നിരിക്കുകയാണ്. എൻ്റെ ബോഡി റിയാക്ട് ചെയ്യുന്നതേ ഭയങ്കര ഇതാണ്. എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് പോവാന്നുള്ളത്. സീരിയസ്ലി ഭയങ്കര എക്സ്ട്രീം ചൂടാണ്. ഇപ്പോൾ 39 ഡിഗ്രി ആണ്, അതായത് ഫീൽസ് ലൈക്ക് 39-38 ഡിഗ്രിയാണ് കാണിക്കുന്നത്.
ഞാനിത് അവിടെ ഇറങ്ങി ലിഫ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ കരിഞ്ഞു പോകുമെന്ന് തോന്നുന്നുണ്ട്, അതോ ഞാൻ കത്തിപ്പോവോ? വെറുതെ അല്ല ഇവിടുത്തെ മലകളൊക്കെ ഓരോന്ന് കത്തിപ്പോകുന്നു കേട്ടോ, അത്രയ്ക്കും ചൂടാണ്. പിന്നെ എങ്ങനെ കത്തിപ്പോവാതിരിക്കുക? ഓ ഇവിടെയൊക്കെ ഇത് ഒരു നാരങ്ങ വെള്ളം പോലെ എന്തോ വിൽക്കുന്നുണ്ട് കേട്ടോ, എന്തോ ഒരു വെള്ളം നാരങ്ങ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ അപ്പുറയും കുറേ വെള്ളമെല്ലാം കാണുന്നുണ്ട്. ഓ എന്തോ മരുഭൂമി എത്തിയ പോലെ കേട്ടോ, എക്സ്ട്രീം ചൂട്. ഇവിടെ സമ്മർ ആയിട്ട് പോലും ഇല്ലെന്ന് പറയണേ, എന്നിട്ട് ഇവിടെ 40 ഡിഗ്രി ചൂട്. അപ്പോൾ എങ്ങനെയാണ് സമ്മർ ആണെങ്കിൽ എത്ര 50 ഡിഗ്രി അപ്പോൾ ആവാൻ പോകുന്നത്? ഇപ്പോൾ സ്പ്രിങ് ആണ്. ബസ്സെല്ലാം പോകുന്നുണ്ട്, ബസ്സിലെല്ലാം പോണ്ടിരുന്ന് തോന്നുന്നു. ബസ് മാത്രം ഇവിടെ കാണുന്നുള്ളൂ. കുറച്ചു നേരം കൂടെ ഞാൻ നോക്കും, വണ്ടിയൊന്നും കിട്ടിയില്ല ഞാൻ ബസ്സിലും എല്ലാം കയറി പോട്ടെ, നല്ല ഞാൻ മരിച്ചു പോകും, അത്രക്കും ചൂടാ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ 33 ഡിഗ്രി അത്രയ്ക്കേ ഉള്ളൂ, ചില സ്ഥലത്തെല്ലാം 40 ഡിഗ്രി വരുന്നുണ്ട്. പക്ഷെ എന്നാലും അവിടത്തെക്കാട്ടിലും ചൂടാണ് ഇപ്പോൾ. ഹ്യൂമിഡിറ്റി ആണെങ്കിലും ഹ്യൂമിഡിറ്റി ഉണ്ട് ഇവിടെ ഭയങ്കര കൂടുതൽ. ഞാൻ ഈ ഒരു വണ്ടിയിൽ കയറിയിട്ട് ആളിപ്പോ അടുത്ത സ്ഥലത്തേക്ക് ഇവിടം വരെ ഉള്ളൂ എന്നാണ് പറയുന്നത്. എൻ്റെ ദയനീയ അവസ്ഥയും ചൂടും കണ്ടിട്ടാന്ന് തോന്നുന്നു ആൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അടുത്ത വണ്ടി കിട്ടുമോ നോക്കട്ടെ, ഇവിടെ നിന്ന് തന്നെ ആരെങ്കിലും പോകുന്നുണ്ടോ നോക്കട്ടെ ചോദിക്കാന്നൊക്കെയാണ് പറയുന്നത്. അത്രയും എക്സ്ട്രീം ചൂട്. അവിടുത്തെ ആൾക്കാരെ ആരും പുറത്തൊന്നും പോകുന്നില്ല. അടുത്തൊരു വണ്ടിയിൽ ഞാൻ ലിഫ്റ്റ് അടിച്ചിട്ടുണ്ട്, ഇതൊരു ടാക്സിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് അടുത്ത സ്ഥലത്ത് പോയിട്ട് ഞാൻ ബസ്സിൽ പോവാണ്. എനിക്ക് ചൂടെടുത്ത് മരിച്ചു പോകും ബസ്സിൽ പോയില്ലെങ്കിൽ. ഉറുവാപ്പാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചൂട് കുറവുണ്ട്, അപ്പോൾ വേഗം അങ്ങോട്ട് പോവാം. ഞാനിവിടെ ബസ് കാത്ത് നിൽക്കുകയാണ് കേട്ടോ. ബസ് സ്റ്റോപ്പിൽ അവർ ടിക്കറ്റ് തന്നിട്ടുണ്ട്, 95 പെസോ ആണ് ഉറുവാപ്പാനിലേക്ക് ആയിട്ടുള്ളത്. ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ് ബസ് വരാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ലിഫ്റ്റ് അടിച്ച് പോലും നടക്കൂല ഉച്ച സമയത്ത്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിതാ ബസ്സിൽ കയറി. ബസ് AC ഒന്നുമല്ല, ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്, ഭയങ്കര വെയിലാണ്. കർട്ടനൊക്കെ ഇട്ട് ഓക്കെയാണ്. ഇത് ഓക്കെ, ഇതിലെ വെതർ കണ്ടോ, ഫീൽസ് ലൈക്ക് 37 ഡിഗ്രി. എക്സസീവ് ഹീറ്റ് എന്ന് പറഞ്ഞിട്ട് വാണിംഗ് വരെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ വെതറാണ് കേട്ടോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമുക്ക് 39 ഡിഗ്രിയാണ്. ഞാനെന്താ ഉറുവാപ്പാനിൽ വന്ന് എത്തിയിട്ട് ഇവിടെ എത്തിയപ്പോൾ എന്തൊരു സമാധാനം എന്നറിയോ. ഇവിടെ 27 ഡിഗ്രി ഉള്ളൂ, നല്ല മാറ്റമുണ്ട്. 37 ഡിഗ്രി എന്നാണ് മാറിയത്, 10 ഡിഗ്രി മാറി, ഭയങ്കര മാറ്റമാണ്. ഞാനിപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ട്, അപ്പോൾ പെട്ടെന്ന് ഇവിടെ കണ്ട എന്തെങ്കിലും ഒരു സ്നാക്ക് കഴിക്കാമെന്ന് ഓർത്തിട്ട് എന്തോ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. കൊന്താ പെസോ എത്രയാണെന്ന് 30 തോന്നുന്നു, എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. പൈസ കൊടുത്ത് നോക്കുമ്പോഴേ അറിയും. ഞാനിതാ ഇവിടുന്ന് അടുത്ത ബസ് എടുത്തിട്ട് ഒരു വോൾക്കാനോ ഉണ്ട്, ആ സ്ഥലത്തേക്കാണ് പോകുന്നത്. ബസ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത് കറക്റ്റ് അങ്ങോട്ട് തന്നെയാണോ? അങ്ങോട്ടാന്ന് തോന്നുന്നു. ബസ് ഉണ്ടെന്ന് പറഞ്ഞ്, കാരണം അത് ഒരു വില്ലേജാണ്, കുറച്ചുകൂടെ ഇതിലും കൂളറാണ്. പിന്നെ ആ ഒരു ട്രക്കിങ് ചെയ്ത് എനിക്ക് ആ വോൾക്കാനോൻ്റെ മുകളിലേക്ക് പോകണം. 40 പെസോ ആണ് അങ്ങോട്ട് വരുന്നത് കേട്ടോ ബസ്സിന് പോകാൻ. എൻ്റെ അടുത്ത് പറയുന്നത് ഈ ടിക്കറ്റ് നാളെയും വാലിഡ് ആണ്, അപ്പോൾ ഈ സമയത്ത് പോകുന്നത് അവിടെ ഡേഞ്ചറസ് ആണ്, അവിടെ ഹോട്ടൽസ് ഒന്നും ഇല്ല, ഇതിപ്പോൾ പോകാൻ പറ്റില്ല, പോകരുത് എന്നൊക്കെയാണ് പറയുന്നത്. ഇത് അവിടെ എത്താൻ ലേറ്റ് ആവുമെന്നാണ് പറയുന്നത്. ഞാനപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ടുള്ളത്. ഞാൻ എന്തായാലും ബസ്സിൽ കയറിയിട്ടുണ്ട്, ഇനിയിപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം. അങ്കാഹുവാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു വില്ലേജാണ്. അപ്പോൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ഞാൻ മോർണിംഗ് ട്രക്കിങ്ങിന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഭയങ്കര കാം ആൻഡ് കൂളായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ ക്ലൈമറ്റ് 18 ഡിഗ്രി ആയി. ഞാൻ രാവിലെ 40 ഡിഗ്രി ആയിരുന്നു, അവിടെ 40 ഡിഗ്രി നിന്നാണ് 18 ഡിഗ്രി ആയത് കേട്ടോ. പെട്ടെന്നാണ് മാറിയത്. അതായത് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ട് വന്നു ഇങ്ങോട്ട്. ഞാനിത് ഈ ഒരു വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഞാൻ സ്റ്റേ ചെയ്യാനുള്ളൊരു സ്ഥലം ചോദിച്ച സമയത്ത് ആൾ പറഞ്ഞു എൻ്റെ വീട് ഇവിടെ അടുത്താണ്, ഓക്കെ ആണെങ്കിൽ അവിടെ വന്ന് സ്റ്റേ ചെയ്യാമെന്ന്. ഞാൻ ഓൾറെഡി ChatGPT നോക്കിയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, വെൽക്കമിങ് ആണെന്ന്. അതിവിടെ മാത്രമല്ല, മെക്സിക്കോയിൽ ഇതുവരെയും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തെ ആളുകളും ഭയങ്കര സ്നേഹമാണ്. ഗ്രാസിയാസ്. ഏതൊരു കാടിനുള്ളിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്, വില്ലേജ് ഒന്നുമല്ല. ഇതുപോലെ എന്തോ ഒരു സംഭവമൊക്കെ കാണുന്നുണ്ട്. ഇവിടെ വർക്ക് ചെയ്യുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. മൊത്തത്തിലൊരു വശപ്പശക്ക് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. എന്താവും അറിയില്ല, നോക്കട്ടെ. പോകുന്ന വഴിയൊക്കെ അവക്കാഡോന്റെ തോട്ടങ്ങളാണ് കാണുന്നത്. ഇതൊക്കെ ആളുടെയാണ്, ആള് നോക്കി നടത്തുന്നതാന്നൊക്കെയാ പറയുന്നത്. ഇതൊരു ഫുൾ അവക്കാഡോ തോട്ടാണ് കേട്ടോ. ഒരു മൗണ്ടൈൻ്റെ മുകളിലാണുള്ളത്. ഈ ഒരു വീട്ടിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ ആരുമില്ല, ചുറ്റും കാടും ഫോറസ്റ്റും മൗണ്ടൈനും നല്ല തണുപ്പും. നമുക്ക് ആ ഒരു മൗണ്ടൈൻ കണ്ടോ ഫുള്ള്. നാളെ ഞാൻ പോകാൻ പോകുന്ന മൗണ്ടൈനെല്ലാം എൻ്റെ നേരെ മുന്നിൽ കാണുന്ന ആ മൗണ്ടൈനാണ്. ഇതെല്ലാം ആളുടെ അവക്കാഡോ തോട്ടമാണെന്നാണ് പറയുന്നത്.
അപ്പോൾ ഇതാ വീട്ടിലേക്ക് ഞാൻ കയറി ചെല്ലാണ്. വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ കറണ്ടൊന്നുമില്ല. ഫോണൊക്കെ ഞാൻ ഇന്ന് ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നോക്ക്, ഇവിടെ ഈ മറ്റേ ലൈറ്റ് ഉണ്ടല്ലോ, ഒരു മാരത്തെ ടൈപ്പ് ലൈറ്റൊക്കെയാണ് ഇവിടെ ഉള്ളത്. സ്ഥലമൊക്കെ ഉണ്ട് കിടക്കാൻ. ആളൊറ്റക്കാണ്. ഇവിടെയും ഒരു ബെഡ് ഉണ്ട്, മുകളിൽ 2 റൂമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കിടക്കാനൊക്കെ സ്ഥലമുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ആക്ച്വലി ഭയങ്കര അടിപൊളിയാണ്. കണ്ടോ, അങ്ങോട്ട് നോക്കി, മൗണ്ടെയിൻസ് എല്ലാം ആയിട്ട് നല്ല പക്ഷേ ഇരുട്ടായതുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ഈ കാണുന്നതാണ് കേട്ടോ ബാത്റൂമൊക്കെ. ഇവിടെയൊക്കെ പൊടി പിടിച്ച് കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആൾ ഇങ്ങോട്ട് അധികം വരാറൊന്നും ഇല്ലയെന്ന് കേട്ടോ. കറണ്ടും ഇല്ല, ഒന്നുമില്ല. എപ്പോഴെങ്കിലും വരുന്നതായിരിക്കും. അല്ലാണ്ട് ഇങ്ങനെ കിടക്കില്ലല്ലോ കറണ്ടൊന്നും ഇല്ലാണ്ട്. ഞാനിത് ഈ ഒരു റൂമിലാണ് കേട്ടോ കിടക്കുന്നത്. ഇതാണ്ടോ, മരം വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീടാണിത്. അധികം അവരിവിടെ വന്നങ്ങനെ കിടക്കാറില്ല എന്ന് തോന്നുന്നുണ്ട്. ഇത് മുകളിലാണ് കേട്ടോ. കർട്ടനൊക്കെ ഉണ്ട്, കാണാനൊക്കെ അടിപൊളിയാണ്. പേടി തോന്നുന്നുണ്ട് ചെറുതായിട്ട്. കാരണം ഫുള്ളൊരു കാട്, അതിൻ്റെ നടുവിൽ ഞാൻ, നെറ്റ്വർക്കില്ല, കറണ്ടില്ല, ഒന്നുമില്ല. ഞാൻ ഭയങ്കര തണുപ്പും പുതപ്പൊക്കെ ഉണ്ട്, 2-3 കട്ടിയുള്ള പുതപ്പൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. എന്നാലും എന്തോ പെട്ടെന്ന് ആ ആൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ആളെന്താ പറയുന്നത് ഏതാ അങ്ങനെയൊന്നും അറിയില്ല. ഞാൻ എൻ്റെ വലിയ ബാഗ് താഴെ വെച്ചിട്ടുണ്ട്. ഇത് ഈ 2 ബാഗ് ഞാൻ ഇവിടെ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഭാഗ്യത്തിന് ഇവിടെ നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ വൈഫൈ കാര്യങ്ങളൊന്നുമില്ല. ഇലക്ട്രിസിറ്റി ഇല്ലേ പിന്നെ വൈഫൈ ഉണ്ടാവില്ലല്ലോ. എന്തായാലും എൻ്റെ ഡാറ്റ കുറച്ചുണ്ട്, അത് ഉപയോഗിക്കാം കുറച്ച് നേരം. പെട്ടെന്ന് കിടന്നുറങ്ങാം. രാവിലെ 5:30 ഇവിടെ നിന്ന് ഇറങ്ങാമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ ഒരു 5 മണിയാകുമ്പോൾ രാവിലെ എണീക്കണം. സാധാരണ എനിക്കങ്ങനെ പേടി തോന്നാറില്ല. എവിടെയെങ്കിലും കാട്ടിലാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും ഇപ്പോൾ ഒരാളുടെ വീട്ടിൽ ഒറ്റയ്ക്ക് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഒന്നും പേടി തോന്നാറില്ല. ഇത് മൊത്തത്തിലൊരു എന്തോ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. ഭയങ്കര സൗണ്ടും. പുള്ളി പറഞ്ഞു ഭാര്യയ്ക്ക് അറിയില്ല ഞാനിവിടെ താമസിക്കുന്നത്, ഭാര്യയോട് പറഞ്ഞാൽ പ്രശ്നമാവുമെന്നൊക്കെ പറഞ്ഞു. സാധാരണ ഇവിടുത്തെ ആൾക്കാർക്ക് അങ്ങനെയൊന്നുമില്ല. ഇല്ല, എല്ലാവരോടും പറയുന്നതാണ്. ഇതെന്താ പ്രശ്നം എന്നല്ല. ഇവിടെ 3 റൂമുണ്ട്. പുള്ളി അപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത്, ഞാൻ ഇപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത്. അപ്പം എന്തിനാ പുള്ളി അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഉള്ളതാണ് എൻ്റെ സംശയം. എന്നിട്ട് പുള്ളി പറഞ്ഞു ഗോഡിൽ ബിലീവ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ സേഫാണെന്നും പറഞ്ഞു. അതിനുശേഷം എനിക്കാകെ കൺഫ്യൂഷനായി, ഡബിൾ മൈൻഡായി. ഭയങ്കര എന്താ പറയേണ്ടതെന്നറിയില്ല. അവിടെ തോർത്തിയും ഒരു ഇത് ഇരിക്കുന്നുണ്ടായി. ഞാൻ കഴിച്ചില്ല. അതിൽ ഈച്ചയൊക്കെ ഇരുന്ന് പ്രാണിയൊക്കെ ഇരിക്കുന്നു. ആളത് ചൂടാക്കി കഴിച്ച്. അത് കഴിച്ച് ഇനി അസുഖം പിടിപ്പിക്കണ്ടല്ലോ. ഒരു ദിവസം പട്ടിണി കിടന്നാലും കുഴപ്പമില്ല. ഇന്നെനിക്ക് രാവിലെ തൊട്ട് ഓരോ പ്രശ്നങ്ങളാണ്. ചൂടായിട്ടാണെങ്കിലും ഫുഡ് കിട്ടിയിട്ട് അത് കൊളായിട്ടാണെങ്കിലും ലിഫ്റ്റ് കിട്ടാണ്ട് കുറേ നടന്നിട്ടാണെങ്കിലും ഇന്ന് മൊത്തം ഡാർക്കായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഭയങ്കര സൈലൻ്റ് അവിടെ. ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. ഭയങ്കര ഇതായിട്ടുള്ളത്. ഞാൻ അതേ ഡ്രസ്സിൽ അങ്ങനെ ഉറങ്ങാണ്. രാവിലെ എന്തായാലും 5 മണിക്ക് എണീച്ച് പോകാനുള്ളതല്ലേ, തണുപ്പുമാണ്, അതുകൊണ്ട് കുളിക്കേണ്ട ആവശ്യമില്ല. രാവിലെ അങ്ങനെ ഒന്ന് പെട്ടെന്ന് രാവിലെ 5 മണിയായിട്ട് എണീച്ച് പോയാൽ മതിയായിരുന്നു. സാധാരണ എനിക്കങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നും, പക്ഷെ എന്നാലും ഒരു പേടി തോന്നാറില്ല. ഇതിപ്പോൾ എന്താ അറിയില്ല, മൊത്തത്തിൽ സൈലൻ്റ് ആയിട്ടാണോ, കാട്ടിലായിട്ടാണോ, ആളുടെ സംസാരം അങ്ങനെ ആയിട്ടാണോ, അതോ ഫുഡൊന്നും കഴിക്കാനായിട്ടാണോ, എന്താണെന്നറിയില്ല. ഒരു ആവശ്യമില്ലായിരുന്നു ഇങ്ങോട്ട് വരുന്നത്. ആൾ പറഞ്ഞ് വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ ചാടിക്കയറി പോന്നാ. വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് സാധാരണ ഇവിടെ ഒറ്റയ്ക്കൊന്നും ആരും താമസിക്കില്ല, ഫാമിലി മക്കളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഓർത്തിട്ട് വന്നാണ്. എന്തായാലും സേഫാണെന്ന് വിചാരിക്കാം. കിടക്കുന്നുണ്ട് ഞാൻ. എന്തായാലും എന്തോ ഒരു നെഗറ്റീവ് പോലൊക്കെ ഉണ്ട്, കുറച്ച് ഡാർക്കായിട്ടുണ്ട്. എന്തായാലും ഞാൻ കിടന്നുറങ്ങാൻ വേണ്ടി കിടന്നുറങ്ങാൻ ശ്രമിക്കുകയാണ്. സോ ഈ വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.